അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് എന്താണ്? രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ പോലും ഇപ്പോഴും CPM-ന്റെ പ്ലീഡർമാർ ഹാജരാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഗീനാകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകയുടെ സന്നദ്ധ തന്നെ റദ്ദാക്കണം എന്നാണ് എൻ്റെ ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ ഞാൻ ആവശ്യപ്പെടുന്നു. നമസ്കാരം. ഇന്നലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ പ്രതിയായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിക്കുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത 26 CPM ഗുണ്ടകൾ ഇപ്പോഴും ജയിലിലാണ്. അതിൽ ED ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകാൻ എത്തിയ പോലീസുകാരെ ആക്രമിച്ചു എന്ന കുറ്റം ചുമത്തിയ SFI നേതാവ് വിജയ് വിമലിന് നേരത്തെ തന്നെ ജാമ്യം കിട്ടി. പക്ഷേ മറ്റ് 25 പ്രതികളും ചെയ്തത് ഒരേ കുറ്റമാണ്. അതിൽ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയത് പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ഗീനാകുമാരിയുടെ ഇടപെടൽ കൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കോടതി ഈ ജാമ്യ വിധിയിൽ പറഞ്ഞിട്ടുമുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ഈ പ്രതിക്ക് 9ാം പ്രതിക്ക് ജാമ്യം നൽകിയത് എന്നുള്ള കാര്യം. എൻ്റെ ചോദ്യം ഇതാണ്, ഗീനാകുമാരിയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലുപരി ഈ ഗീനാകുമാരിയെ പോലെയുള്ള ഇടതുപക്ഷ സംഘടനാ നേതാവായ ഒരു വനിതയെ ഇത്തരത്തിൽ താക്കോൽ സ്ഥാനത്ത്, അതുപോലെ ഇപ്പോൾ ഈ അധികാരത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 42 ദിവസങ്ങളായിട്ടും ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് UDF സർക്കാരിൻ്റെ ഒരു കഴിവുകേടാണ്. ഈ ഗീനാകുമാരിയെ പോലെയുള്ളവരുടെ ഇത്തരം കീഴ്വഴക്കങ്ങൾ, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ്, ഇതവരുടെ എത്തിക്സിന് നിരക്കുന്നതാണോ? ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ ഒരു വലിയ നിയമ സംവിധാനം, ആ നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ, അതിൻ്റെ അടിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാർ, സ്റ്റേറ്റ് അറ്റോർണി എന്ന് വരുന്നു. പിന്നെ താഴോട്ട് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു നിയമ സംവിധാനം ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിന് ഉണ്ട്. അതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരിൽ ഒരു വിഭാഗത്തിന് PSC വഴിയാണെങ്കിലും വേറൊരു വിഭാഗം രാഷ്ട്രീയമാണ്. AG മുതലുള്ളതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അപ്പോൾ ഏതൊരു സർക്കാർ പോയി പുതിയ സർക്കാർ വന്നാലും ആ സർക്കാർ 1-2 ആഴ്ചയ്ക്കുള്ളിൽ, ഇതിൽ ഏറ്റവും ദ ഏർലിയർ ദ ബെറ്റർ എന്ന് പറയുന്നത് പോലെ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ നിയമ സംവിധാനത്തിനെ കംപ്ലീറ്റ് അവർക്ക് അനുകൂലമായിട്ടുള്ള അഭിഭാഷകരെ വെച്ചുകൊണ്ട് പിന്നെ ഇത് പുനഃക്രമീകരിക്കുക എന്നുള്ളത്, ഒരു ഉടച്ചു വാർക്കുക എന്നുള്ളത്, അഴിച്ചു പണിയുക എന്നുള്ളത്. അത് CPM ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസം 10 ദിവസത്തിനുള്ളിൽ പണി അവർ പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഈ അഴിച്ചുപണി നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരെന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇവർ വന്നു, ഇവരെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിച്ചു. അത് തന്നെ ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ പിണറായി സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ഡസൻ കണക്കിന് വിധികൾ സമ്പാദിച്ച ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനും കൂടിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല, G. കാർത്തികേയൻ അവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ച സമശീർഷനാണ്. VD സതീശനെ ഒരു രാഷ്ട്രീയ നേതാവായി വളർത്തിയെടുത്തതിൽ പോലും എറണാകുളംകാരനായിട്ടുള്ള ജോർജ് പൂന്തോട്ടത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി സർക്കാരിനെ ശക്തമായിട്ടുള്ള ഈ ഡസൻ കണക്കിന് വിധികൾ കൊണ്ടുവന്നതിലൊക്കെ മുമ്പതിൽ നിന്നിരുന്ന ആൾ ജോർജ് പൂന്തോട്ടമാണ്. അദ്ദേഹമാണ് AG ആവുക എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാരിനെതിരെ ഒരു വിധി കൊണ്ടുവരാത്ത ഒരാളും പിണറായി സർക്കാരിൻ്റെ പല സ്ഥാപനങ്ങളുടെ കൗൺസിലും സ്റ്റാൻഡിംഗ് കൗൺസിലും ഒക്കെ ആയിരുന്ന ശ്രീമൻ ജാജി ബാബു, അഡ്വക്കേറ്റ് ജാജി ബാബു, എൻ്റെ സുഹൃത്തും കൂടിയാണ്, അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നല്ല കഴിവുള്ള ആളും നേരത്തെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ആകേണ്ട ആളുമായിരുന്ന ശ്രീമൻ ടി അസഫ് അലിയെ കൊണ്ടുവന്നു. അതിൽ ഒരു തെറ്റൂല, വളരെ ഏറ്റവും കഴിവുള്ള ഒരു അഭിഭാഷകനാണത്. ഒരുപാട് കേസുകൾ, ഷൊഹൈബിൻ്റെ കേസ്, പിന്നെ അങ്ങനെ ഒരു ഒട്ടനവധി ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി കേസുകളിൽ പിന്നെ ഹാജരായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതിൽ തെറ്റില്ല, അതൊക്കെ നിയമിച്ചു. എന്നാൽ താഴോട്ട് വരുമ്പോഴത്തേക്കും അത് ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞെലിഞ്ഞ് പോകുന്ന പോലെ. ആദ്യമായിട്ട് വന്ന ഏറ്റവും വലിയ വിവാദം നമ്മൾ കണ്ടു, ശബരിമല കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായിട്ടുള്ള എന്തോ KR പ്രദീപ് എന്നോ കണ്ടു പറഞ്ഞു കൊണ്ടുവന്നു. അയാളെ പിന്നെ മാറ്റേണ്ടി വന്നു.
ഇപ്പം നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, കുറേ പേരെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയതിനകത്ത് തന്നെ CPI-ക്കാർ BJP-ക്കാർ ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ 40-45 ദിവസം ഈ ഗവൺമെൻറ് വന്നിട്ട് ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ CPM-കാർ ഇരുന്നത് മാറ്റി UDF-ൻ്റെ ആളുകളെ വെക്കുന്ന പ്രക്രിയ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നുള്ള ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പൂർത്തിയാകാത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഗതികേടെന്ന് പറഞ്ഞാൽ എന്താ, പൂർത്തിയാകാത്തതിൻ്റെ ഗതികേടെന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രാധാന്യമായിട്ടുള്ള കേസുകൾ കോടതിയിൽ വരും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ കോടതിയിൽ വരുമ്പോൾ ഹാജരാകുന്നത് CPM-ൻ്റെ ആൾക്കാർ. CPM-ന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പം 2 പ്രധാനപ്പെട്ട കേസ് വന്നു. ഒന്നാണ് രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിൽ ഇതുപോലെ തന്നെ ജാമ്യം കിട്ടിയ അവന്മാർ പുറത്തിറങ്ങി കിടക്കുകയാണ്. ഈ കേസ് ഏതെങ്കിലും അർത്ഥത്തിൽ, കാരണം ഒരു ദിവസം പോലും അവരെ പിന്നെ സർവീസിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ദിവസം പോലും അവരെ റിമാൻഡ് ചെയ്തവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അതെ, മനസ്സിലായി. അവിടെയും ഇതുപോലെ CPM-ൻ്റെ പ്ലീഡറാണ് കേസ് വാദിച്ചത്. മനസ്സിലായി. അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു കേസാണ് ED ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്ത വധശ്രമത്തിലുള്ള കേസ്. ആ കേസിൽ ഇപ്പം 9ാമത്തെ പ്രതി എന്തോ ഹരീഷ് കുമാർ എന്ന് പറഞ്ഞൊരുത്തന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇതിലാദ്യം കുറച്ച് പേരുടെ ജാമ്യം കീഴ്ക്കോടതിയിൽ ചെന്നപ്പോൾ കീഴ്ക്കോടതി പറഞ്ഞത് ദിസ് ഈസ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ UAPA പോലും ചുമത്താൻ കഴിയുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കുറേ പേരുടെ ജാമ്യം അവർ നിഷേധിച്ചത്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ കേസിൽ 9ാം പ്രതി ജാമ്യത്തിന് കൊടുത്തപ്പോൾ ആ ജാമ്യം ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് 13 കാരണങ്ങൾ പറഞ്ഞ് പോലീസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ റിപ്പോർട്ട് മറച്ചു വെച്ച് ഒരു CPM-ൻ്റെ ഒരു സംഘടനാ നേതാവും അവരുടെ പ്ലീഡറുമൊക്കെ ആയിരുന്ന ഗീനാകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ആ സഖാവായിട്ടുള്ള അവർ കോടതിയിൽ ചെന്ന് വാദിക്കുകയും ഇനി ഇയാളെ കസ്റ്റഡിയിൽ കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ഇയാൾക്ക് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞിട്ട് വാദിക്കുകയും അയാളെ ജാമ്യത്തിന് വിട്ട സമയത്ത് കോടതി പറഞ്ഞത് പ്ലീഡറെ എതിർക്കാത്തത് കൊണ്ടാണ് ജാമ്യം അനുവദിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം ഗതികെട്ട പോലീസിന് അതിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അല്ല, പോലീസിനെ നമുക്കിതിൽ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 13 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇടതുപക്ഷ സംഘടനാ നേതാവ് കൂടിയായ മ്യൂസിയം SHO R പ്രശാന്താണ്. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ പോലീസിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആ സംഘടനാ നേതാവായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നയമേ അയാൾക്ക് കോടതിയിൽ കൊണ്ടുചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക ചെയ്തു. അത് ചെയ്തില്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഇതുപോലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ UDF-ൻ്റെ പ്ലീഡർമാർ ഹാജരായി ആ കേസ് വിജയിപ്പിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയും ബാധ്യതയും ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? നിയമവകുപ്പിനാണുള്ളത്. ആ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ആ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അവർ ദയനീയമായിട്ട് അവർ പരാജയപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായി. അത് അതിൻ്റെ ഉത്തരവാദിത്വം പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറായ മതിയാവും. കാരണം ഇപ്പോൾ ഈ കേസിൽ വലിയൊരു വീഴ്ചയാണ് ഈ കേസിലുണ്ടായത്. DHOയുമായി ബന്ധപ്പെട്ട് മറ്റേ DHS-ഉമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നിരുന്നു ആരോഗ്യവകുപ്പിൽ. അവിടെയും കീഴ്ക്കോടതിയിൽ സംഭവിച്ചു, പിന്നെ മേൽക്കോടതിയിൽ പോയിട്ടാണ് അത് റദ്ദാക്കി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് എന്താണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ പോലും ഇപ്പോഴും CPM-ൻ്റെ പ്ലീഡർമാർ ഹാജരാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. 40-45 ദിവസം കഴിഞ്ഞിട്ടും ഈ പ്ലീഡർമാർ മാറാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് വീഴ്ചയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വിമർശിക്കുമ്പോൾ ഇത് ഒരു 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 സ്വാർത്ഥ താല്പര്യം വെച്ച് വിമർശിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതരുത്. അല്ല, ഇത് പറയുന്നതിൽ വാസ്തവമില്ലേ? അതിന് പിന്നെ സ്വാർത്ഥ താല്പര്യമെന്ന് എങ്ങനെ ആരോപിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഈ ഗീനാകുമാരിക്ക് ഒരു തോന്നലുണ്ട്, എന്തായാലും UDF സർക്കാർ അല്പം വൈകിട്ടാണെങ്കിലും ഈ ഒരഴിച്ചുപണി ഈ വിഷയത്തിൽ നടത്തും. അങ്ങനെ വരുമ്പോൾ തനിക്ക് 1-2 ദിവസത്തിനകം ഇത് ഈ സ്ഥാനത്ത് നിന്ന് താൻ തെറിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൽപ്പിച്ചുള്ള അവരുടെ ഒരു നിലപാടായിരുന്നില്ലേ? ഇല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചത് യാതൊരു കഴിവില്ലാത്ത ഒരു അഭിഭാഷകയാണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CPM-കാർ വരുമ്പോഴത്തേക്ക് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ശുപാർശ ഉണ്ടെങ്കിൽ പോലും പ്ലീഡറാക്കും. അറിയാലോ, അവരെ ഈ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഹാജരായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിലൊക്കെ അവർ തോറ്റിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്, ഇതുപോലുള്ള പല പല കേസുകൾ വന്നിട്ടുണ്ട്. അതിലെല്ലാത്തിലും അവർ തോറ്റിട്ടേ ഉള്ളൂ. അവരെക്കുറിച്ച് കോടതി അഭിഭാഷകർക്കൊക്കെ വളരെ അവമതിപ്പ്, വളരെ
ബോറായിട്ടുള്ള അഭിപ്രായമാണ് അവരെ കുറിച്ചിട്ടുള്ളത്. അതെ, ഇത് ഒരു കണക്കിന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നടിയെ ആക്രമിച്ച കേസിലെ വാദിച്ച ആ ഒരു അഭിഭാഷകയുണ്ടല്ലോ, അതായത് കോടതി പോലും പറഞ്ഞതാണ്, കോടതിയിൽ വന്നിരുന്ന് ഉറങ്ങിയ പറയേണ്ടി വന്നു. ഏതോ ഒരു കേസ് വാദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എതിർഭാഗം വക്കീൽ പറഞ്ഞു ഈ സ്ത്രീയാണെങ്കിൽ ഇവരാണ് അഭിഭാഷകെങ്കിൽ ഞാൻ വാദിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ദയനീയമായി. അതൊരു വശത്ത്. മറുവശത്ത് യഥാർത്ഥത്തിൽ ഈ ഗീനാകുമാരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകയുടെ സന്നദ്ധ തന്നെ റദ്ദാക്കണം എന്നാണ് എൻ്റെ ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ ഞാൻ ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് ജാമ്യം റദ്ദാക്കണം എന്നത് സംബന്ധിച്ച് 13 കാരണങ്ങളടങ്ങുന്ന ഒരു റിപ്പോർട്ട് വളരെ നേരത്തെ തന്നെ 18-ാം തീയതിയോ മറ്റോ പോലീസ് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ട് ഔദ്യോഗികമായി തന്നെ ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള ഈ അഭിഭാഷക ആ റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ട് അവിടെ കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. കള്ളം പറഞ്ഞുവെങ്കിൽ അവർക്ക് അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം അവരുടെ സന്നദ്ധ റദ്ദാക്കേണ്ടതാണ്. ബാർ കൗൺസിലിൽ ബന്ധപ്പെട്ട ഒരു പരാതി കൊടുക്കേണ്ടതാണ്. അതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്താണ്? അവരെ നയിക്കുന്നത് നിയമവും ശരിയും തെറ്റും ക്രിമിനൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഭരണഘടനയും ഒന്നും അല്ല എന്നും പാർട്ടി ഭരണഘടനയാണ് അവരെ നയിക്കുന്നതെന്നുമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇത് ലോ അക്കാഡമി പ്രൊഡക്റ്റ് ആണോ? എനിക്ക് തോന്നുന്നു ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും. അപ്പം ഇവരുടെ അഡ്വക്കേറ്റ് ആക്ടിനെ പോലും ഇവർ ലംഘിച്ചുകൊണ്ട് ഇവരുടെ പാർട്ടി താല്പര്യങ്ങളാണ് ഇവർ സംരക്ഷിച്ചതെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. അവർക്കെതിരെ ബാർ കൗൺസിലിൽ പരാതി കൊടുക്കണം. അവരെ അഭിഭാഷകരെ അല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഇനിയെങ്കിലും ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിലെങ്കിലും ഈ പ്ലീഡർ നിയമനങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ച പരിശോധിച്ച് കഴിവുള്ളവരെ, ഇപ്പം ഞാനിപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് സംഘടനയുണ്ട് കോൺഗ്രസ്, അവർ കൊടുക്കുന്ന കഴിവുള്ളവരുടെ ലിസ്റ്റ് പോലും തള്ളപ്പെടുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ കേൾക്കുന്നത്. അവരൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പോരാട്ടമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ജിൻഡോ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് തന്നെ പരസ്യമായി വന്ന് ഇതിനെതിരായിട്ട് പറയേണ്ടി വന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വി ഡി സതീശൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. പഴയതുപോലല്ല കാര്യങ്ങൾ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ വിമർശിക്കും എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അതിലുപരി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാം. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി അറിയാതെയാണെങ്കിലും ഗീനാകുമാരി എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ആ സ്ഥാനത്ത് നിന്ന് തെറിക്കുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ വഞ്ചൂർ കോടതിയുടെ പരിസരത്ത് ഏതെങ്കിലും ഒരു കടമുറിയിൽ അഡ്വക്കേറ്റ് ഗീനാകുമാരി എന്നൊരു ബോർഡും വെച്ചിരുന്നാൽ അറിയാതെയാണെങ്കിലും ആരും അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കരുത്. കാരണം നിങ്ങളുടെ ഈ അനുഭവം ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.